കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയാണ് അത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഞങ്ങൾ ചിലർ സൂചിപ്പിച്ചതുപോലെ ആ, നല്ല പ്രാധാന്യത്തോടു കൂടി കേരളം ചർച്ച ചെയ്യേണ്ട പരാമർശങ്ങളാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയത്. കാരണം അന്വേഷണം ഏറ്റവും ശരിയായ രീതിയിലാണ് എന്ന് ഹൈക്കോടതി ആധികാരികമായി തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ല. ഹൈക്കോടതിയാണ് ഇതിന് പൂർണ്ണമായിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. ഹൈക്കോടതിയിൽ മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. അതുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് സമ്മർദ്ദം ചെലുത്തുന്നു, CPM-കാരെ തിരികെ കയറ്റുന്നു എന്നെല്ലാം ആക്ഷേപം പറഞ്ഞ് SIT-യെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി യഥാർത്ഥ പ്രതികളുടെ ബന്ധങ്ങളും അതിന്റെ പ്രശ്നങ്ങളും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ ജാഗ്രത അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോ മറ്റൊന്നുകൂടി വന്നല്ലോ. ഈ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ വസ്തുതാരഹിതമാണ് എന്ന് ഇപ്പൊ SIT കണ്ടെത്തിയതായി പറയുന്നു. അപ്പൊ രമേശ് ചെന്നിത്തല ഒരു പുരാവസ്തു അന്വേഷകൻ എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഈ രണ്ട് പ്രതികളെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇപ്പോ യഥാർത്ഥത്തിൽ സ്വർണം കട്ടവർ, സ്വർണം വാങ്ങിയവർ, അതുമായി ബന്ധപ്പെട്ടുമെന്ന് 3 പ്രധാന പ്രതികൾ. ആ 3 പ്രധാന പ്രതികളും ഒന്നിച്ചു വന്നിട്ടുള്ള ഏക ഫോട്ടോ, ഏക എന്ന് പറയാൻ പറ്റില്ല, കാരണം 3 ഘട്ടങ്ങളിൽ ഫോട്ടോയുണ്ട്. അവർ 3 പേരും വന്നിട്ടുള്ള ഫോട്ടോ ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിൽക്കുന്ന ഫോട്ടോ മാത്രമാണ്.